വർക്ക് ലൈഫിന് ശേഷം നിന്റെ ഈവനിങ് നീ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറ്? ഒരു ലോങ് ഡേക്ക് ശേഷം ഫൈനലി നീ ഒന്നിരിക്കുന്നു, ഫോൺ ഓപ്പൺ ചെയ്യുന്നു ആൻഡ് സഡൻലി 2 hours ആർ ഗോൺ. ആൻഡ് അത് നിന്നെ മുന്നത്തേക്കാൾ കൂടുതൽ എം ടി ആക്കി മാറ്റുന്നു. ഇഫ് യു ഡോണ്ട് ഫിക്സ് യുവർ ഈവനിങ്, യുവർ ബ്രെയിൻ വിൽ സ്ലോലി ട്രെയിൻ യു ടു ഹേറ്റ് യുവർ ലൈഫ്. എല്ലാ ദിവസവും യു സർവൈവ് ദ ഡേ, വർക്ക് പ്രഷർ, റെസ്പോൺസിബിലിറ്റീസ്, നോയ്സ്, ആൻഡ് ദെൻ ഈവനിങ് കംസ്. നിന്റേത് എന്ന് പറയാൻ സാധിക്കുന്ന ആ ഒരേ ഒരു സമയം. ബട്ട് വാട്ട് യു ഡു വിത്ത് ഇറ്റ്? യു സിറ്റ് ഡൗൺ, പറയും ഐ ഡിസേർവ് റെസ്റ്റ്, ഫോൺ ഓപ്പൺ ചെയ്യും, ശേഷം സ്ക്രോൾ സ്ക്രോൾ ആൻഡ് ജസ്റ്റ് സ്ക്രോൾ. വൺ വീഡിയോ, another വീഡിയോ, another dopamine hit, ആൻഡ് സഡൻലി നിന്റെ ഈവനിങ് പോയി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട് എന്തെന്നാൽ യു ഡോണ്ട് ഈവൻ ഫീൽ ഇറ്റ്. നിന്റെ ബ്രെയിൻ ലേസി അല്ല, അത് ടയേർഡാണ്. ഒരു ഫുൾ ഡേക്ക് ശേഷം അതിന് ഈസി പ്ലഷർ ആവശ്യമാണ്, നോട്ട് എഫേർട്ട്. സ്ക്രോളിംഗ് നിനക്ക് ഫാസ്റ്റ് ഡോപ്പമൈൻ തരുന്നു, ബട്ട് ഇറ്റ് ഗിവ്സ് യു നോ മീനിങ്. യുവർ ബ്രെയിൻ ഗെറ്റ് ഫുൾ ബട്ട് യുവർ ലൈഫ് സ്റ്റേസ് എംപ്റ്റി. നീ ഇതേ കാര്യം എന്നും റിപ്പീറ്റ് ചെയ്താൽ ബ്രെയിൻ കരുതുന്നത് ഈവനിങ് എന്നത് ഇസ് നോട്ട് ഫോർ ലിവിങ്, ഇറ്റ് ജസ്റ്റ് ഫോർ എസ്കേപ്പിംഗ്. ആൻഡ് സ്ലോലി നീ ലൈഫ് എൻജോയ് ചെയ്യുന്നത് തന്നെ നിർത്തുന്നു. ഇത് നമുക്ക് ബ്രെയിൻ ഫെറ്റീഗ് എന്നോ ഡോപ്പമൈൻ എക്സോഷൻ എന്നോ ഓർ റിവെഞ്ച് ബെഡ് ടൈം പ്രോക്കാസ്റ്റിനേഷനോ എന്ന് പറയാം. നീ ഉറക്കത്തെ ഡിലേ ചെയ്യുന്നു കാരണം ഡീപ്പ് ഇൻസൈഡ് യു ഫീൽ ലൈക്ക് ദ ഡേ നെവർ ബിലോങ്സ് ടു യു. സോ ദ ബാഡ് ഈവനിങ് എന്നത് ഒരു ലൂപ്പിന് കാരണമാകും. ലേറ്റ് സ്ലീപ്പ്, ടയേർഡ് മോർണിംഗ്, ലോ എനർജി, മോർ സ്ക്രോളിംഗ്, മോർ എംപ്റ്റിനെസ്. യുവർ ലൈഫ് ഡസ് നോട്ട് കൊളാപ്സ് സഡൻലി, ഇറ്റ് ഫേഡ് സ്ലോലി. നിനക്കൊരു ന്യൂ ലൈഫ് അല്ല ആവശ്യം, നിനക്ക് വേണ്ടുന്നത് ഒരു ന്യൂ ഈവനിങ് ആണ്. റൊമാൻറ്റിസൈസിങ് ഈവനിങ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നീ വീട്ടിലേക്ക് വരുന്നു, റഷ് ചെയ്യുകയോ എസ്കേപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ സ്ലോ ഡൗൺ ചെയ്യുന്നു, വിൻഡോ ഓപ്പൺ ചെയ്യുന്നു, എയറിനെ ഫീൽ ചെയ്യുന്നു, ഒരു കോഫി ഉണ്ടാക്കുന്നു. തേഴ്സ്റ്റി ആയതുകൊണ്ടല്ല, ബട്ട് ഫോർ എക്സ്പീരിയൻസ്. ഫോൺ ഇല്ലാതെ റെസ്റ്റ് ചെയ്യുന്നു, ആൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം യു ആക്ച്വലി ഫീൽ യുവർ ലൈഫ്. നീ എന്തൊക്കെ കാര്യങ്ങൾ നിന്റെ അറ്റൻഷൻ കൊടുക്കുന്നു എന്നതിനനുസരിച്ച് നിന്റെ ലൈഫും ചേഞ്ച് ആകും. ഈവനിങ്ങിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് എസ്തെറ്റിക് ആവാൻ വേണ്ടിയല്ല, ഇറ്റ് ഇസ് ബ്രെയിൻ ട്രെയിനിങ്. യു ആർ ടീച്ചിങ് യുവർ ബ്രെയിൻ ടു എൻജോയ് ബീയിങ് അലൈവ്. ഇനി ഈവനിങ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. റീസെറ്റ് യുവർ ബ്രെയിൻ. വർക്കിംഗ് നിന്നും ഫോണിലേക്ക് ഡയറക്റ്റ് ജമ്പ് ചെയ്യാതെ 5 മിനിറ്റ് ഒന്നും ചെയ്യാതെ ബ്രെയിനിനെ റീസെറ്റ് ചെയ്യാൻ അനുവദിക്കാം. സെന്റർ പീസ് മൊമെന്റ്. നിന്റെ ലൈഫിൽ സെന്റർ പീസ് ആവാൻ കെൽപ്പുള്ള ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് കണ്ടുപിടിക്കാം. ലൈക്ക് സൺസെറ്റ്, ഒരു ചായ, മ്യൂസിക്, അല്ലെങ്കിൽ ജസ്റ്റ് സൈലൻസ്. റിമെമ്പർ, ദ ലെസ് ഈസ് ഓൾവേസ് മോർ. ഇന്റൻഷണൽ ആക്ടിവിറ്റി. സ്ക്രോളിങ്ങിനെ ഇന്റൻഷനലി ഒരു മീനിങ് ഫുൾ ആക്ടിവിറ്റിയുമായി റീപ്ലേസ് ചെയ്യാം. ലൈക്ക് റീഡിങ്, വാക്കിംഗ്, യോഗ, പ്ലേയിങ് വിത്ത് യുവർ ചൈൽഡ്. ദിസ് ഇസ് വെയർ ലൈഫ് ആക്ച്വലി ഹാപ്പൻസ്. സ്ലോ ക്ലോഷർ. ലൈറ്റ് ഡിം ചെയ്യാം, ഫോൺ യൂസ് ചെയ്യാതിരിക്കാം, നോയ്സിനെ മാക്സിമം ഒഴിവാക്കി ബ്രെയിന് ഇന്നത്തെ ദിവസം എൻഡ് ആവാനായി എന്ന് മനസ്സിലാക്കിയിരിക്കാം. സെൻസറി റൊമാൻറ്റിസൈസിങ്. നിന്റെ എല്ലാ സെൻസസും യൂസ് ചെയ്ത് ഓരോ കാര്യവും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം. സോഫ്റ്റ് ലൈറ്റ്, കാം മ്യൂസിക്, കംഫർട്ടബിൾ ടച്ച്, സ്മെൽ, വാം ഫുഡ്. നിന്റെ ലൈഫിനെ ഒരു മൂവി പോലെ ഫീൽ ചെയ്യിപ്പിക്കാം. നീയാണ് അതിൽ സെൻട്രൽ ക്യാരക്ടർ. ബ്രെയിൻ ടൈം അല്ല ഓർത്തു വെക്കുന്നത്, നേരെ മറിച്ച് അത് ഫീലിങ്സിനെയാണ് ഓർമ്മിക്കുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് മൈൻഡ് സെറ്റ്. സമാധാനത്തോടെ ഇരുന്ന് ഇന്ന് ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് ചിന്തിക്കും. ജേർണലിംഗ് എഴുതാം, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് എഴുതാം. അത് പോസിറ്റിവിറ്റിക്ക് വേണ്ടിയല്ല, ഇത് നിന്റെ ബ്രെയിനിനെ റീവയർ ചെയ്യുന്നു. നീ ടയേർഡ് അല്ല, യു വെയർ ഡിസ്കണക്റ്റഡ്. നീ ലേസി അല്ല, യു വെയർ ഓവർ സ്റ്റിമുലേറ്റഡ്. നീ എംപ്റ്റി അല്ല, യു ജസ്റ്റ് ഫോർഗോട്ട് ഹൗ ടു ഫീൽ. ഈവനിങ് എന്നത് നിന്റെ ദിവസത്തിന്റെ അവസാനമല്ല, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് യുവർ ലൈഫ്. പ്രൊട്ടക്ട് ഇറ്റ്, റൊമാൻറ്റിസൈസ് ഇറ്റ്, ലിവ് ഇറ്റ്. നിന്റെ ഒരു പെർഫെക്റ്റ് ഈവനിങ് എങ്ങനെയായിരിക്കണം? കമന്റ് ബിലോ. ആൻഡ് ഇന്ന് ഡോണ്ട് സ്ക്രോൾ ഇറ്റ്, ബട്ട് എക്സ്പീരിയൻസ് ഇറ്റ്. I will see you in your next intentional evening. Bye.